അവരെല്ലാം അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റതാ അവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് ഒഴുകുകയാണ്. ഖുർആൻ ഉപമിച്ചത് കൽഫറാശിൽ മബ്തൂസ്, പാറ്റകളെ പോലെയായിരിക്കും. മഴ പെയ്തപ്പോൾ പാറ്റ പൊടിഞ്ഞു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, ഈ ആഴ്ചയിൽ കണ്ടു. ആ പാറ്റകളൊക്കെ ലൈറ്റിട്ടപ്പോഴങ്ങനെ ഓടി അണിയുന്നത്. ഈ രീതിയിൽ പാറ്റകളെ പോലെ മനുഷ്യരെല്ലാം അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ഓടുന്ന ഒരു നാളെ വരാനുണ്ട്. ആ നാളെ മനുഷ്യരെ മുഴുവൻ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കാനു അവരായിരിക്കും. ആരാണ് കൂട്ടരെ? അവരായിരിക്കുമെന്ന് പറഞ്ഞത് ഇവർ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടിയതായ അമ്പിയാക്കള്, ഔലിയാക്കള്, മഹാന്മാർ, ദിവ്യന്മാർ, സിദ്ധന്മാർ, ഇവരൊക്കെ ആയിരിക്കും. കാനു അവരായിരിക്കും ലഹും ഈ വിളിച്ചു തേടിയവരുടെ ശത്രുക്കളായി തീരും. നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്തിൽ നമ്മുടെ ശത്രുവായി തീർന്നാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? എന്തേ കാരണം? പ്രവാചകനെ വിളിച്ചു തേടി, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകന്റെ ഉത്തമ അനുയായികൾ പഠിപ്പിച്ചിട്ടില്ല. അബൂബക്കറും ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, അങ്ങനെ സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ച ആരും പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ സഹാബികൾ പഠിപ്പിച്ചിട്ടില്ല, താബിഉകൾ പഠിപ്പിച്ചിട്ടില്ല, താബിഉകൾ പഠിപ്പിച്ചിട്ടില്ല. ഇവരാരും പഠിപ്പിക്കാത്ത ഈ ആദർശം, ഈ ആശയം എവിടെ നിന്ന് നമുക്ക് കിട്ടി? അതുകൊണ്ട് തന്നെ പ്രവാചകൻ ആ പ്രവാചകനോട് വിളിച്ചു തേടിയവരുടെ ശത്രുവായി തീരും നാളെ പരലോകത്തിൽ. കാനൂ ലഹും അഅദാ. ആ പ്രവാചകൻ നമ്മളുടെ ശത്രുവായി തീർന്നാൽ പിന്നെ പരലോകത്തിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ആ പ്രവാചകൻ നമ്മുടെ ശത്രുവായി തീരരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മിത്രമായി തീരണം പരലോകത്തിൽ. അതിനെന്തു വേണം? ആ പ്രവാചകൻ പഠിപ്പിച്ചതെന്താ? വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഇതാ പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാകുന്നു. അല്ലാഹുവിനോടൊപ്പം ഒരു ശക്തിയെയും വിളിച്ചു തേടരുത്. ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആരും വിളിച്ചു തേടരുത് അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിനോടൊപ്പം. നോക്ക്, ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നാൽ ആ പ്രവാചകന്റെ അധ്യാപനത്തിന് വിരുദ്ധമായിട്ട് അതേ പ്രവാചകനോട് വിളിച്ചു തേടുന്നു. ബദറിൽ പോരാടിയത് എന്തിനാ? പ്രവാചകനും അനുയായികളും അബൂജഹൽ എന്ന ആ ഖുറൈശിപ്പടയുടെ നേതാവ് 1000-ഓളം വരുന്ന ഖുറൈശിപ്പടയോട് പോരാടിയത് എന്തിനാണ്? അബൂജഹൽ ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കഅബയുടെ കില്ല പിടിച്ച് പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട്, പടച്ചവനെ സത്യത്തിന്റെ സംഘത്തെ, ഇതിൽ രണ്ടാലൊരു സംഘത്തെ നീ വിജയിപ്പിക്കണമേ. ബദർ മാലപ്പാട്ടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ രണ്ടാലൊരു സംഘത്തെ, സത്യത്തിന്റെ വിഭാഗത്തെ രക്ഷപ്പെടുത്തണമേ എന്ന് കഅബയുടെ കില്ല പിടിച്ചിട്ട് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കാത്തവനായിരുന്നില്ല അബൂജഹൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം എന്തുകൂടി ചെയ്തു? അല്ലാത്തവരോടും തേടി. അതായിരുന്നു അവരുടെ ചോദ്യം. അജഅലല്ലാലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദേ, അജഅലല്ലാലിഹത ഇലാഹൻ വാഹിദ, ഇലാഹികളൊക്കെ നീ ഒന്നാക്കുകയാണോ? ഒരൊറ്റ ഇലാഹേ ഉള്ളൂ ആരാധനക്കർഹനായി. ഒരൊറ്റ ഇലാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായത്തേട്ടം നടത്താൻ ഒരൊറ്റ ഇലാഹിനോടേ പാടുള്ളൂ. എങ്കിൽ അത് ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അത് വലിയ അത്ഭുതം തന്നെയാണ് മുഹമ്മദേ. അപ്പൊ അള്ളാഹിനോടും തേടിയിരുന്നു അബൂജഹൽ, എന്നാൽ അല്ലാത്തവരോടും തേടി. ഇപ്പുറത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള 300 ചില്ലാനം വരുന്ന വിശ്വാസികളുടെ പട. എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹുവിനോട് മാത്രം തേടുന്നവർ. അല്ലാത്ത ഒരു ശക്തിയോടും അവർ പ്രാർത്ഥിച്ചിട്ടില്ല.
കാര്യകാരണ ബന്ധത്തിനതീതമായി സഹായം തേടിയിട്ടില്ല. അത് സ്ഥാപിക്കാൻ, ആ ആദർശം സമൂഹത്തിന്റെ മുമ്പിൽ സ്വതന്ത്രമായി പ്രബോധനം നടത്താനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവർ പോരാടിയത്. ആലോചിച്ചു നോക്ക്. എന്നിട്ടോ അതിനുവേണ്ടി പോരാടിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ തങ്ങൾ നമ്മളുടെ മിത്രമാകുമോ അതല്ല ശത്രുവാകുമോ? ശത്രുവായിത്തീരും. അല്ലാഹ് പറയാ കാനൂ ലഹും അഅദാഅൻ. പോരാ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. വകാനൂ അവരായിരിക്കും, പ്രവാചകന്മാരൊക്കെ ആയിരിക്കും, മഹാന്മാരൊക്കെ ആയിരിക്കും, ബിഇബാദത്തിഹിം അവർക്ക് ഇവർ നടത്തിയ ഈ ആരാധന അഥവാ ഈ വിളിച്ചു തേടലിനെ നിഷേധിക്കുന്നവർ. വിളിച്ചു തേട്ടം അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതു തന്നെയാകുന്നു ആരാധന. ഇതാ വസ്തുത. അപ്പൊ അല്ലാത്തവരോട് വിളിച്ചു തേടുക എന്നത് സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അങ്ങേറ്റത്തെ വഴികേടാണ്. അത് ശിർക്കിലേക്കെത്തും. ആ ശിർക്ക് ചെയ്താൽ ഇന്ന ശിർക ലളുൽമുൻ അളീം, ശിർക്ക് അതീവ ഗുരുതരമായ പാപമാണ്. അങ്ങനെ ആ ശിർക്കിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹ് അവന് നിഷിദ്ധമാക്കും. പ്രവാചകനോട് പോലും അല്ലാഹുവിന്റെ താക്കീത് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും നാം നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യം എന്താ? ലഇൻ അശ്റക്ത, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, പൊളിഞ്ഞു പോകും, തകർന്ന് തരിപ്പണമായി പോകും. നമ്മളുടെ നമസ്കാരം, നമ്മളുടെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, മറ്റുള്ള ഒരുപാട് കർമ്മങ്ങളിലെ ഈ കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായി പോകും. അല്ലാത്ത ആളുകളോട് വിളിച്ചു തേടിയാൽ, അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് നേർച്ചകൾ അർപ്പിച്ചാൽ, അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായാൽ, കാര്യകാരണ ബന്ധത്തിന് അതീതമായി അല്ലാഹു അല്ലാത്ത ശക്തികളോട് സഹായം തേടിയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തകർന്നു പോകും. അങ്ങനെ നിങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. ആരാ മുന്നറിയിപ്പ് നൽകിയത്? നമ്മെ സൃഷ്ടിച്ച നാഥൻ, പടച്ച തമ്പുരാൻ. നോക്കൂ, ആ പടച്ച തമ്പുരാന്റെ കൽപ്പനയാണോ, ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും, ആവർത്തിച്ചാവർത്തിച്ചു പറയാൻ പറ്റും, ഈ പടച്ചവന്റെയും ഈ പ്രവാചകന്റെയും നിർദ്ദേശങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതിനു വിരുദ്ധമായി